ജേസൺ ചാമോളപ്പിലേക്ക്. ജേസൺ, അല്പം മുമ്പ് നമ്മളോട് ടെലിഫോണിൽ സംസാരിച്ച കാര്യങ്ങൾ ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ആവർത്തിച്ചിരിക്കുന്നു. തൃശ്ശൂരിൽ വാർത്താ സമ്മേളനം നടത്താനുള്ള ആലോചനയിലായിരുന്നു. അപ്പോൾ കോടതിയിൽ ഇനി തീരുമാനം വന്ന ശേഷം 4 മണിക്ക് വീണ്ടും വാർത്താ സമ്മേളനമുണ്ടോ? ഇപ്പോഴത്തെ പ്രതികരണത്തെ എങ്ങനെ വേണം കാണാൻ? ഇപ്പോഴത്തെ പ്രതികരണം എന്ന് പറയുന്ന കോടതി കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച നിരുപാധികമായ മാപ്പ് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിൽ നിന്നൊരു പടി കൂടി കടന്ന് താൻ ഇത്ര നാൾ നടത്തിയിരുന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഇനി അവസാനിപ്പിക്കുന്നു എന്നതാണ് പ്രധാനമായും അദ്ദേഹം പറയുന്നത്. തൻ്റെ ബിസിനസ്സിനെ ഒരു രീതിയിലും ഈ വിഷയങ്ങൾ ബാധിച്ചിട്ടില്ല. കോടതി തന്നോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത്തരമൊരു ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉണ്ടാവരുതെന്ന്. പക്ഷേ അത് സംഭവിച്ചു പോയി. ഇനി അതെല്ലാം ശ്രദ്ധിക്കും. ഇനി ഒരിക്കൽ പോലും അത്തരത്തിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണവും തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് അദ്ദേഹം അടിവരയുകയാണ്. വീണ്ടും അദ്ദേഹം മാപ്പിരക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാര്യം, കോടതി അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. കോടതിയിൽ നിന്നും അതിരൂക്ഷമായ വിമർശനവും അടുത്ത അതായത് ഈ ജാമ്യം റദ്ദാക്കുന്ന സ്ഥിതിയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിച്ചേരുമെന്ന സ്ഥിതി വന്നപ്പോൾ അദ്ദേഹം തൻ്റെ നിലപാട് ആവർത്തിക്കുകയാണ്. താൻ തെറ്റുപറ്റി, ഇത്തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്താൻ പാടില്ലായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി വീഡിയോകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള മുഴുവൻ വിഷയങ്ങളും അദ്ദേഹം മാപ്പിരക്കുന്നു എന്നതാണ് ഇപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ വ്യക്തമാക്കുന്നത്. ഇനി കോടതിയിലുള്ള കോടതിയിൽ നിന്നുള്ള പരാമർശങ്ങൾക്ക് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് വിശദമായി പ്രതികരിക്കുമെന്ന കാര്യം ആ കോടതിയുടെ നിലപാട് കൂടി കണ്ടതിന് ശേഷം മാത്രമേ അദ്ദേഹം പറയുകയുള്ളൂ. ഇപ്പോൾ അദ്ദേഹം പുറത്തേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹം കോടതി നടപടികൾ പൂർത്തിയായ ശേഷം എന്നത് സംബന്ധിച്ച ഇനി തുടർന്ന് എങ്ങനെ എന്നത് സംബന്ധിച്ചുള്ള തീരുമാനം പിന്നീട് എടുക്കും. സ്മൃതി. ശരി, ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതികരണമാണ് ഇപ്പോൾ പറയുന്നത്. കോടതി പറയുന്നത് കേൾക്കുമെന്നുള്ള വാദം പറയുന്നു. കോടതി അതിനിടയിൽ കേസ് പരിഗണിക്കുകയാണ്. 1:45 മാപ്പപേക്ഷയിന്മേൽ വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതാണ് അറിയേണ്ടത്. അത് കോടതി പരിഗണിക്കുമോ അതോ ജയിലിലേക്ക് വീണ്ടും ബോബി ചെമ്മണ്ണൂരിനെ വിടുമോ? ജയിൽ ആസ്വദിക്കട്ടെ എന്ന അടക്കമുള്ള പരാമർശങ്ങൾ നേരത്തെ ജഡ്ജിയിൽ നിന്നുണ്ടായിരുന്നു. ജയിലിൽ റിമാൻഡ് തടവുകാർക്ക് പിന്തുണയുമായി ഇന്നലെ മുഴുവൻ തുടർന്നതിനെക്കുറിച്ച് കൃത്യമായ വിശദീകരണം ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകന് കോടതിയിൽ നൽകാനാകുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷമുള്ള പ്രതികരണം കോടതി കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കോടതി അതിന്മേൽ എടുത്ത കാര്യങ്ങൾ ചോദിച്ചത്.